ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ന്യൂ ക്ലാസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഈ ലേണിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഈ ബുക്ക് എന്താണ് അതുമായി ബന്ധപ്പെട്ട കുറേ പോയിന്റുകൾ പറഞ്ഞു. അപ്പോൾ ഇലക്ട്രോണിക് ലേണിങ്ങിൻ്റെ ഭാഗമായിട്ട് ഓഡിയോസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ലേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഓഡിയോ ഇൻ ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനി ലേണിംഗ് ഡൺ വയ ലിസണിങ് ടു എനി മെറ്റീരിയൽ ഈസ് ആൻ ഓഡിയോ മെത്തേഡ് ഓഫ് ലേണിംഗ്. ഏതെങ്കിലും ഒരു മെറ്റീരിയൽ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ട് മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ അതിനെയാണ് ഓഡിയോ ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഓഡിയോ എന്ന് പറയുന്നത് അതൊരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ അതർ റെപ്രസെൻറ്റേഷൻ ഓഫ് സൗണ്ട്, ഒരു ശബ്ദത്തിനെ പ്രതിനിധാനം ചെയ്യുന്ന ഏതൊരു പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ശബ്ദം ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ തന്നെയാണ് ഈ ഓഡിയോ ഇൻ ലേണിംഗ് എന്ന് പറയുന്നത്. ഡിജിറ്റൽ ഓഡിയോസ് റെപ്രസെൻറ്റേഷൻ ഓഫ് സൗണ്ട് ഈസ് ദ ഫോം പ്രോസസ്ഡ് ആൻഡ് ഓർ സ്റ്റോർഡ്. ഒന്നില്ലെങ്കിൽ പ്രോസസ്സ് ചെയ്തിട്ടോ സ്റ്റോർ ചെയ്തിട്ടോ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചോ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് യൂസ് ചെയ്തിട്ടോ എങ്ങനെ നമ്മൾ ലേൺ ചെയ്യുന്നു അതിനെയാണ് ഓഡിയോ ഇൻ ഈ ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പം ഓഡിയോ എന്ന് പറയുന്ന പ്രധാനമായിട്ടും ഡെഫിനറ്റ്ലി പവർഫുൾ ആൻഡ് ഇറ്റ് ക്യാൻ ഡു സെവറൽ തിങ്സ് ഇൻ ഈ ലേണിംഗ്. ഈ ലേണിങ്ങിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതാണ് ഓഡിയോ എന്ന് പറയുന്നത്. കാരണം അവിടെ നമുക്ക് നരേഷൻ അല്ലെങ്കിൽ വോയിസ് ലിപ് സിങ്സ് ടു ആനിമേഷൻ ഓർ വീഡിയോ, സൗണ്ട് ഇഫക്റ്റ്, മ്യൂസിക്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. അതിൽ ഒരു ഫസ്റ്റ് പോയിന്റ് ആയിട്ട് പറയുന്നത് നരേഷൻ ഓഫ് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഇമ്പോർട്ടൻ്റ് എലമെൻ്റ് ആണ് ഒരു ഓഡിയോയിലൂടെ. ദ പ്രോബ്ലം വിത്ത് മോസ്റ്റ് ഓഡിയോ നരേഷൻ ഇൻ ലേണിംഗ് ഈസ് ദാറ്റ് ഇറ്റ് സൗണ്ട് ലൈക്ക് റിട്ടൺ ടെക്സ്റ്റ്. അതിൽ എന്താണോ എഴുതിയിരിക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് പറഞ്ഞു കേട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് ആ നരേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സംടൈംസ് ദ റൈറ്റർ മേ നോട്ട് ഹാവ് എ ക്ലിയർ ഐഡിയ ആസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി വോയിസ്ഡ്. ചിലപ്പോൾ അത് പറയുന്ന ആൾക്ക് ഇത് എങ്ങനെ ശബ്ദം കൊടുക്കണം എന്ന് അറിയാഞ്ഞിട്ടായിരിക്കാം. സോ ദ റിട്ടൺ ടെക്സ്റ്റ് കംസ് ഔട്ട് ജസ്റ്റ് ലൈക്ക് സമ്മൺ റീഡിങ് എ റിപ്പോർട്ട്. അപ്പോൾ എഴുതിയ ഒരു ബുക്കിലുള്ള കാര്യം പറയുമ്പോൾ എന്താ, ഒരു റിപ്പോർട്ട് വായിക്കുന്ന പോലെ, നമ്മൾ എഴുതി കൊടുത്തത് വായിക്കുന്ന പോലെ. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ആ ഒരു വോയിസ്ഡ് നരേഷൻ വ്യത്യസ്തമാക്കാം. നരേഷൻ ഒരുപാട് ഗുഡ് വോയിസ് ഓവർ ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ കറക്റ്റ് ആക്സെൻ്റ് എവിടെയാണോ എവിടെയൊക്കെ നമുക്ക് നിർത്തി പറയണം, എവിടെയൊക്കെയാണ് എന്നെ കറക്റ്റായിട്ടുള്ള ആക്സെൻറ്റ് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ നല്ലൊരു വോയിസ് ഓവർ ആർട്ടിസ്റ്റിനെ നമുക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റും അവരുടെ വോയിസിനെ, അവരുടെ എബിലിറ്റി ആ ഒരു സ്റ്റുഡിയോയിൽ യൂസ് ചെയ്യപ്പെടുന്നതിന് വേണ്ടിയിട്ട്. അപ്പം നരേഷനാണ് ഒരു കാര്യമായി പറയുന്നത്. പിന്നെ സ്പോക്കൺ വേർഡ്സ് ഉണ്ട്. സ്പോക്കൺ വേർഡ് ഓഡിയോമായിട്ട് ബി എ കോമ്പോണൻറ്റ് ഓഫ് ലേണിംഗ്. അപ്പം ലാംഗ്വേജ് കോഴ്സസൊക്കെ യൂഷ്വലി ഈ തരത്തിലാണ് ട്രെയിനിങ് കൊടുക്കുക. എങ്ങനെ ഓരോ വാക്കുകൾ ഓരോ ഭാഷയിൽ നമ്മൾ ഉച്ചരിക്കണം, പ്രൊനൗൺസ് ചെയ്യണം, അതിനുള്ള ട്രെയിനിങ്ങുകളൊക്കെ സ്പോക്കൺ വേർഡ് വഴി അവിടെ കൊടുക്കുന്നത്. പിന്നെ പറഞ്ഞെങ്കിൽ ഫീഡ്ബാക്കുകളാണ്. ഫീഡ്ബാക്ക് എന്ന് പറയുമ്പോൾ വേറൊരു സ്ട്രോങ് ഫീച്ചറാണ് നറേറ്റീവ് ഫ്ലോ ഓഫ് ലേണിംഗ് പ്രോഗ്രാം ഈസ് ഫീഡ്ബാക്ക് ഇൻ ദ ഫോം ഓഫ് ഫോർമേറ്റീവ് ഓർ സമ്മേറ്റീവ് അസസ്മെൻറ്റ്. കൃത്യമായിട്ടൊരു കാര്യത്തിന് നമ്മൾ ഒന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ യൂസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഇൻഫോർമലായിട്ടോ അതിനുള്ള കാര്യങ്ങളെ കളക്ട് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കുക. അപ്പോൾ ഓഡിയോ ഫീഡ്ബാക്ക് ക്യാൻ ബി ക്വൈറ്റ് പവർഫുൾ സൈക്കോളജിക്കലി. ഇറ്റ് ക്യാൻ ബി യൂസ് ടു റീഇൻഫോഴ്സ് പോസിറ്റീവ് ഫീഡ്ബാക്ക്. ചിലപ്പോൾ നമുക്കൊരു പോസിറ്റീവ് ഫീഡ്ബാക്കിനെ ഒന്ന് ഊന്നി പറയാൻ പറ്റും. നോ കോർ നറേഷൻ ഇൻ ദ പ്രസൻറ്റേഷൻ മെറ്റീരിയൽ ഈവൺ വെൻ ദർ ഈസ്, ചിലപ്പോൾ അതിൽ കറക്റ്റായിട്ട് ഒരു നരേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും അതിനൊരു പോസിറ്റീവ് ഫീഡ്ബാക്ക് അവിടെ റീഇൻഫോഴ്സ് ചെയ്യാൻ നമുക്കവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഓഡിയോ ഈ ലേണിങ്ങിൽ നറേഷനും ഫീഡ്ബാക്കുമാണ് ഏറ്റവും മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ സൗണ്ട് ഇഫക്റ്റ് നമുക്ക് വരാം. കോമൺ ആയിട്ട് സൗണ്ട് ഇഫക്റ്റുകൾ കൊടുക്കുക. നമ്മൾ എന്താണോ ചെയ്യുന്നത്, വിഷ്വൽ എന്താണോ കാണുന്നത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സിനിമയുടെ അപ്പോഴത്തെ ആ ഒരു കോണ്ടെക്സ്റ്റ് എന്താണോ അതിനെ നമ്മുടെ ഉള്ളിൽ തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള സൗണ്ട് ഇഫക്ട്സുകൾ കൊടുക്കുക. യൂസ്ഫുൾ ഇൻ ഗെയിംസ്, എൻ്റർടൈൻമെൻറ്റ്. ബട്ട് ഈ ലേണിങ്ങിലേക്ക് വരുമ്പോൾ സൗണ്ട് ഇഫക്റ്റ് എന്ന് പറയുന്നത് ആസ് ബീപ്സ് അക്കമ്പനിങ് ഇൻപുട്ട് ഹാവ് ബീൻ ഫൗണ്ട് ടു ഡിസ്ട്രാക്ട് ലേണേഴ്സ്. സൗണ്ട് ഇഫക്റ്റും ആണ് അതിൽ ഓഡിയോ ഈ ലേണിങ്ങിൽ പറയാം. പിന്നെ വരുന്നത് മ്യൂസിക് ആണ്. മ്യൂസിക് എന്ന് പറയുമ്പോൾ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് മ്യൂസിക്കിന് ഇതാ മെയിൻറ്റെയിൻ മൂഡ്. ഓരോ മ്യൂസിക് വരുമ്പോഴും നമുക്ക് ഓരോ തരത്തിലുള്ളൊരു മൂഡാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്യാൻ സെറ്റ് ദ ഇമോഷണൽ, അല്ലേ, നമ്മൾ ഓരോ മനുഷ്യൻ്റെ ഇമോഷണൽ ടോണിനനുസരിച്ച് അത് ആ ഒരു പ്രോഗ്രാമിന് നല്ല ഒരു പീസ് വിത്തിൻ എ പ്രോഗ്രാം, ഒരു പ്രോഗ്രാമിൻ്റെ ഉള്ളിൽ തന്നെ നല്ലൊരു ഏത് തരത്തിലുള്ള ഇതും നമുക്കത് ചെയ്തെടുക്കാൻ പറ്റും. മ്യൂസിക് ഓരോ ഫൺ ട്യൂൺസ് ഉണ്ട്. എഡ്യൂക്കേഷണൽ പ്രോഗ്രാമിൽ നല്ല ഫണ്ണി ആയിട്ടുള്ള ട്യൂൺസുകൾ ഉണ്ടാവും. അത് യങ് ലേണേഴ്സിനെയൊക്കെ കുറച്ചുകൂടി സ്റ്റിമുലേറ്റ് ചെയ്യും. പിന്നെ അതേപോലെ തന്നെ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഓഫ് ലേണിംഗ് പ്രോഗ്രാം. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടാവും ചില സമയത്ത്. കൗണ്ടർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, റിസർച്ച് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
എന്താണോ നമ്മളുടെ തീം അല്ലെങ്കിൽ ആ ഒരു കാര്യം ആ കോണ്ടെക്സ്റ്റിനനുസരിച്ച് കൊണ്ട് തന്നെയുള്ള ആ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്യാനും അനിമേറ്റഡ് ആയിട്ടുള്ള സീക്വൻസുകൾ ഓഡിയോസ് അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് അനുസരിച്ചുള്ള സൗണ്ട് മ്യൂസിക്കും ഒക്കെ നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇനി എങ്ങനെയാണ് ഇ ലേണിങ്ങിൽ ഓഡിയോ യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇതുമായി ബന്ധപ്പെട്ട് ഒന്ന് അവോയ്ഡ് ടെക്സ്റ്റ് സ്പീച്ച് റിഡൻഡൻസീസ്. ഇങ്ങനെ ഓഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ ഇ ലേണിംഗ് കോഴ്സ് ഷുഡ് ജസ്റ്റ് സിംപ്ലി നറേറ്റ് ദ ടെക്സ്റ്റ് ദാറ്റ് ഈസ് ബീങ് ഷോൺ ഓൺ ദ സ്ക്രീൻ. നമ്മളിങ്ങനെ സ്ക്രീനിൽ കാണുന്ന ആ ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കുന്നതിന് പകരം കൃത്യമായിട്ടത് ഓഡിയോയിലൂടെ കേൾക്കുമ്പോൾ കുറച്ചും കൂടി നമുക്കത് ഓർത്തിരിക്കാനും ആ ഒരു കൺസെപ്റ്റ് കറക്റ്റായിട്ട് മനസ്സിലാക്കാനും ആ ടോപ്പിക്കിനെ കുറിച്ചൊക്കെ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. യൂസ് ഓഡിയോ വിത്ത് വിഷ്വൽസ് ഫോർ മോർ കോംപ്ലെക്സ് സബ്ജക്ട് മാറ്റർ. നമ്മൾ ഓഡിയോ യൂസ് ചെയ്യുക വിഷ്വലിൻ്റെ ഒപ്പം എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഒരു കോംപ്ലെക്സ് ആയിട്ടുള്ളൊരു മാറ്ററാണ്. അപ്പോൾ ആ കുറച്ചും കൂടി ഡിഫിക്കൾട്ടാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനെങ്കിൽ കുറച്ച് ബെറ്റർ ആയിരിക്കുന്നത് ഇമേജ് കാണിക്കുന്നതോടൊപ്പം തന്നെ ഓഡിയോ കൂടി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ ആ കാര്യങ്ങൾ ഡീറ്റെയിലായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളതാണ്. പിന്നെ ഹൈ ക്വാളിറ്റി ഓഡിയോ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു സീരിയസ് ടോപ്പിക്കാണ് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായും നല്ല ക്വാളിറ്റിയുള്ള ഓഡിയോ തന്നെ അവിടെ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്വാളിറ്റി റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇ ലേണിംഗ് എക്സ്പീരിയൻസേ അവിടെ മോശമാവും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു ഹൈ ക്വാളിറ്റി ഓഡിയോയിൽ വേണം നമ്മൾ ഇതെല്ലാ കാര്യങ്ങളും ഡെലിവർ ചെയ്യാനും കേൾക്കാനും ഒക്കെ. എന്നാൽ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ആ ടോപ്പിക്കിനെ കുറിച്ച് മനസ്സിലാക്കാനും കൺസൈസ് ആയിട്ട് പറയാനും ഒക്കെ നമുക്കവിടെ സാധിക്കുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് അസസ് ലേണേഴ്സ് നോളജ് ത്രൂ ക്രിയേറ്റിംഗ് ആൻ ഓഡിയോ പ്രസൻറ്റേഷൻ. ഇനി ഇങ്ങനെ നല്ല രീതിയിൽ ഓഡിയോ പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ തന്നെ അസസ് ലേണേഴ്സ് നോളജ്, ആരാണോ ഇത് പഠിക്കാൻ വരുന്ന ആൾ അവരുടെ നോളജ് അസസ് ചെയ്യാൻ കൂടി നമുക്ക് ഇതിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ്. കാരണം അവർക്ക് കൃത്യമായി ഡയറക്ഷൻ കൊടുക്കാം. അവർ നല്ലൊരു റെക്കോർഡ് ഓഡിയോ പ്രസൻറ്റേഷൻ ബേസ്ഡ് അപ്പോൺ വാട്ട് ദേ ഹാവ് ലേൺഡ് ത്രൂ ഔട്ട് ദ ഇ ലേണിംഗ് കോഴ്സ്. ഇപ്പോൾ അവർ ആരെങ്കിലും ഒരു ഇ ലേണിംഗ് കോഴ്സ് പഠിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ആ ഒരു കോഴ്സിനെ കുറിച്ച് നമുക്കൊരു ഓഡിയോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ആ ലേണർ എത്രത്തോളം മനസ്സിലാക്കി ആ കാര്യങ്ങളെക്കുറിച്ച് എന്നുള്ളത് നമുക്കും എളുപ്പത്തിൽ അസസ് ചെയ്യാൻ അവിടെ സാധിക്കുന്നു. ദിസ് ക്യാൻ ബി ഇൻ ദ ഫോം ഓഫ് ഒരു സോങ് ആയിട്ടോ ഒരു നറേറ്റഡ് പ്രസൻറ്റേഷൻ ആയിട്ടോ ഓർ ഈവൻ സംതിങ് എ ബിറ്റ് മോർ ക്രിയേറ്റീവ്. എന്തെങ്കിലും ഒരു കാര്യം ഒരു കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ചെയ്തെടുക്കാനോ ഒക്കെ നമുക്കവിടെ സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ടീച്ചേഴ്സിന് വളരെ ഹെൽപ്ഫുള്ളാണ് ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം അവർ കൊടുത്ത നോളജ് എത്രത്തോളം കുട്ടികൾ അക്വയർ ചെയ്തു, അത് അവരുടെ മെമ്മറിയിൽ എത്രത്തോളം നിൽക്കുന്നുണ്ട് എന്നൊക്കെ അറിയണമെങ്കിൽ ഈ ഒരു മാർഗ്ഗങ്ങൾ അവിടെ സ്വീകരിക്കാവുന്നതാണെന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തെ പോയിന്റിൽ പ്രൊവൈഡ് ഓഡിയോ ഇൻസ്ട്രക്ഷൻ ഫോർ മോർ കോംപ്ലിക്കേറ്റഡ് അസൈൻമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന അസൈൻമെൻറ്റ് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ രൂപത്തിൽ ഓഡിയോ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു ഗുണം എന്ന് പറയുന്നത്. allow learners to control the audio playback and volume. ഇനി നമ്മൾ കൊടുക്കുന്ന ആ ഒരു ഓഡിയോ കൊടുക്കുമ്പം അത് ലേൺ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ഓഡിയോനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സിസ്റ്റം കൂടി കൊടുക്കുക. പ്ലേബാക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും വോളിയം കൂട്ടാനും അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർക്ക് സൗകര്യം കിട്ടുന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ചൂസ് ഓഡിയോ വിത്ത് റൈറ്റ് ടോൺ ജാർഗൺ ആൻഡ് പേസ്. കൃത്യമായിട്ട് നമ്മൾ ഓഡിയോ സെലക്ട് ചെയ്യുമ്പം നല്ല കറക്റ്റ് ടോണും കറക്റ്റ് വേർഡ്സും എവിടെയൊക്കെ നിർത്തി പറയണം വെച്ചാൽ അതുപോലെയൊക്കെ പേസ് കൊടുക്കാനും ഒക്കെ സാധിക്കണം. ഈ ഒരു ഇ ലേണിങ്ങിൽ സ്യൂട്ടബിൾ ആയിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു മെസ്സേജ് കൺവേ ചെയ്യുക. അതിൻ്റെ ഭയങ്കര കെയർ യൂസ് ചെയ്യണം. ജാർഗൺസ് ഉണ്ടെങ്കിൽ ദാറ്റ് ദ ഓഡിയൻസ് ക്യാൻ ഈസിലി അണ്ടർസ്റ്റാൻഡ്. പദപ്രയോഗങ്ങൾ ജാർഗൺസ് എന്ന് പറയുമ്പം അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഓഡിയൻസ് ആരാണോ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വേണം നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇൻകോർപ്പറേറ്റ് ചെയ്യുക. അതിനൊപ്പം കുറച്ച് മ്യൂസിക്കൊക്കെ വെച്ച് നല്ലൊരു അപ്പീൽ അവിടെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വേറൊരു പ്രത്യേകതയായിട്ട് പറയുന്നത്. ആൻഡ് എൻഹാൻസ് ദ എക്സ്പീരിയൻസ് വിത്ത് സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് കാര്യത്തിനെ കുറിച്ചാണോ നമ്മളിവിടെ പറയുന്നത് അതിൻ്റെ ആ ഒരു കൂടുതൽ കാര്യങ്ങൾ അത് ലേൺ ചെയ്യുന്ന ആളുകളുടെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടി കൊടുത്തുകൊണ്ട് നല്ലൊരു നവ്യ അനുഭവം അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് യൂസ് വോയിസ് ഓവർ ആക്ടേഴ്സ് ടു മേക്ക് കോഴ്സ് പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ. ഇനി ഇത്തരത്തിലൊരു ഇത് വിദ്യയുമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇതൊരു തൊഴിൽ മേഖലയായിട്ട് തന്നെ കൊണ്ടുപോകാം. ഈവൻ മോർ പ്രൊഫഷണൽസ് ഒക്കെ യൂസ് ചെയ്യുക, വോയിസ് ഓവർ കൊടുക്കുക. വോയിസ് ഓവർ ആക്ടർ ആരെങ്കിലും ഒരാൾ അതിൽ അഭിനയിച്ച് കാണിക്കുമ്പം അവർക്ക് പിന്നിൽ നിന്നുകൊണ്ട് നമുക്ക് സൗണ്ട് കൊടുക്കുക എന്നുള്ള റെക്കോർഡ് ദ ഓഡിയോ റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതിനൊക്കെ അനുസരിച്ച് നമ്മൾ പ്രൊഫഷണൽസ് ട്രെയിനിങ് കൊടുക്കും. പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള നറേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും ആ ഇ ലേണിംഗ് കോഴ്സിനെ കുറിച്ച് വിശദീകരിക്കാനും വിവരിക്കാനും പാട്ടുകൾ കൊടുക്കാനും അതിനൊക്കെ നമുക്ക് ഈ ഒരു മാധ്യമം
യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ക്രിയേറ്റ് ഫൺ ആൻഡ് ക്രിയേറ്റിവിറ്റി വിത്ത് കസ്റ്റമൈസ്ഡ് സോങ്സ്. ഇനി വേറൊരു വെറൈറ്റി എന്ന് പറയുന്നത് ഇതിലൂടെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടണം. ഓരോ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള സോങ്സ് ലേണേഴ്സിന് വേണ്ടി കൊടുക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഈ സോങ്ങുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ സബ്ജക്ട് മാറ്റർ അതിലുണ്ടായിരിക്കും. കൂടുതൽ ലേണേഴ്സ് ബിഹേവിയറിനെയൊക്കെ എൻകറേജ് ചെയ്യാനും അത് നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനും ഒരു ഫൺ ആൻഡ് എൻജോയബിൾ മാനറിൽ എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ അവിടെ സാധ്യമാവുന്നു. അത് അവർ ഈവൻ എൻകറേജ് ലേണേഴ്സ് ടു ക്രിയേറ്റ് ദെയർ ഓൺ സോങ്സ്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം അവരുടെ ഉള്ളിലും ഇത്തരത്തിലുള്ള ഐഡിയ വരാനും അവരുടേതായിട്ടുള്ള ചില സോങ്സ് ഉണ്ടാക്കിയെടുക്കാനും ആൻഡ് സബ്ജക്ട് മാറ്ററിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനും ബൂസ്റ്റ് ക്രിയേറ്റിവിറ്റി ഇതിലൂടെ ഈ ലേണിംഗ് കോഴ്സിലൂടെ അവരുടെ ക്രിയേറ്റിവിറ്റിയെ ബൂസ്റ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ഓഡിയോ ഇ ലേണിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ടോപ്പിക്കിൽ ജസ്റ്റ് പറഞ്ഞത് എന്താണ് ഓഡിയോ ഇ ലേണിങ്ങിലെ ഓഡിയോൻ്റെ റോൾ എന്താണ്, അതുപോലുള്ള അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിൽ നമ്മൾ പഠിക്കാൻ പറ്റുന്നുണ്ട് ഈ ഓഡിയോ വഴി എന്നുള്ളതൊക്കെയാണ് അവിടെ മെയിനായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ ടോപ്പിക്ക് എല്ലാവർക്കും ക്ലിയറായി മനസ്സിലായിട്ടാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നത്തെ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, താങ്ക്